ബിസിനസ് തകർന്നതിനെ തുടർന്നുള്ള കേസ് തീർക്കാൻ പണം ശരിയാക്കാനെന്ന് പറഞ്ഞ് ഭാര്യയുടെ പാസ്പോർട്ട് ജാമ്യം വെച്ച് നാട്ടിലേക്ക് പോയ ഭർത്താവ് മടങ്ങി വന്നില്ല. 3 കുഞ്ഞുങ്ങളുമായി ഭക്ഷണത്തിന് പോലും വകയില്ലാതെ നിസ്സഹായാവസ്ഥയിൽ ഒരമ്മയും 3 കുഞ്ഞുങ്ങളും. ശ്രീലങ്കൻ സ്വദേശികളാണ് അജ്മാനിൽ ദുരിതത്തിലായിരിക്കുന്നത്. 11 വർഷങ്ങൾക്ക് മുൻപാണ് ശ്രീലങ്കൻ സ്വദേശിയായ മറാസോയും ഭാര്യ ഫാത്തിമയും UAE-യിലെത്തുന്നത്. ചെറിയ ചെറിയ ബിസിനസ്സുകളുമായി നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിലാണ് വില്ലനായി കൊറോണ എത്തിയത്. കൊറോണ ഇവരുടെ ജീവിതത്തെ ചെറിയ രീതിയിലൊന്നുമല്ല തകിടം മറിച്ചത്. കൊറോണയിൽ ലോക്ക്ഡൌണും വിമാന വിലക്കും ഉൾപ്പെടെ തുടർന്നപ്പോൾ അന്ന് ചെയ്തിരുന്ന ബിസിനസ്സുകൾ ഓരോന്നായി തകർന്നു. പിന്നീട് കടം നൽകിയവരും ബിസിനസ്സിൽ പണം തരാനുള്ളവരുമെല്ലാം കൈമലർത്തിയതോടെ ഇവരുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും തകിടം മറിഞ്ഞു. താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ വാടക നൽകാത്തതിനാൽ കേസായി. Before now for years before it's Corona time, this my husband have real estate real estate case in the municipality. So when he going country and come back time in airport, they catch and they make the case and they make travel ban for him. Then we more than 3 years we are struggling here without visa and no job, no visa, anything. വാടക ഇനത്തിൽ കുറച്ച് പണം നൽകിയെങ്കിലും പിന്നെയും 20,000 ദിർഹം നൽകാനായി ബാക്കിയുണ്ട്. ഈ സമയത്ത് പണം ഏർപ്പാടാക്കാനാണെന്ന് പറഞ്ഞ് ഭാര്യയുടെ പാസ്പോർട്ട് മുനിസിപ്പാലിറ്റിയിൽ ജാമ്യം നൽകി ഭർത്താവ് നാട്ടിലേക്ക് പോയി. പിന്നീട് ഇതുവരെ പണം നൽകുകയോ തിരികെ വരാനായി ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. ഇവിടെ പൂർണ്ണമായും ഒറ്റപ്പെട്ട് നിസ്സഹായരായി നിൽക്കുകയാണ് ഈ പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങളും ഫാത്തിമയും. I'm thinking many people, family people said you come with kids, leave him, he will whatever do. But I'm thinking if I leave and go, he may no one help him or whatever. If I'm thinking like this, if I no one here, even for cook also no one here. Whatever we will face together like this, I am stay with him. But he get the chance, then he leave and left. കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വരെ വകയില്ലാത്ത അവസ്ഥയിലാണ് ഇന്നിവർ. I'm stuck here with my 3 kids. I have 7 years old, 1 baby, 5 years and 2 years, 3 babies. They don't have school also right now. So we pay rent or whatever our expensive also. We are too much struggling because of this case. Whatever we will manage, morning cook rice or whatever I will manage for my kids 3 times for this. We have, we eat, we not, we leave this. They know my situation, so they not troubling me. I explain to them my all the problems. So still, alhamdulillah, they not asking. But my small 2 years one only still no understanding. Sometimes he making. തന്റെ കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി കരയുമ്പോൾ തകർന്നു പോകുന്നുവെന്നാണ് ഫാത്തിമ പറയുന്നത്. ഒരു ചെറിയ ജോലിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ താൽക്കാലിക ആശ്വാസമായിരുന്നേനെ എന്നാണ് ഫാത്തിമ പറയുന്നത്. സുമനസുകളുടെ സഹായമാണ് ഫാത്തിമയ്ക്ക് ഇനി ആവശ്യം. ദുബായിൽ നിന്നും ശരചെറുകുന്നിനൊപ്പം അരുൺ പറാട്ട്, 24.